സമൂഹ വിവാഹത്തിന്റെ സംഘാടകർ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് പരാതി. ചേർത്തലയിൽ വിവാഹവേദിയിൽ തർക്കവും വാക്കേറ്റവും അടക്കമുള്ള നാടകീയ രംഗങ്ങൾ അരങ്ങേറി. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ന്യായപരമായ കാര്യമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് പറഞ്ഞു അത് ഇല്ലീഗൽ, വേറെ ഇല്ലീഗലായിട്ട് നമ്മുടെ ന്യായം ഇല്ലാതാക്കുന്നതിന് ന്യായപരമായ കാര്യം ഉണ്ടല്ലോ. ബഹളമയം കാണിക്കുന്നത് പല കാര്യങ്ങൾ കിടക്കൂട്ടി സ്വപ്നം ഇവിടെ വെച്ചെന്നുള്ളതല്ല, അത് ചെയ്യാന്നുള്ള കാര്യം നമ്മൾ ചെയ്യിപ്പിക്കാം. വണ്ടിക്കൂലി അത് തടയുന്നത് ഉണ്ടായിസാണ്, അത് പാടില്ല. കാര്യം നമുക്ക് ചെയ്യാം. ഇത് കഴിഞ്ഞ പോയില്ല, പോയില്ല. സമൂഹ വിവാഹത്തിന്റെ സംഘാടകർ നൽകിയ വാഗ്ദാനവും ഉറപ്പും പാലിച്ചില്ലെന്നതിന്റെ പേരിൽ വിവാഹവേദിയിൽ വധൂവരന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും തർക്കവും വാക്കേറ്റവും ബഹളവും അടക്കമുള്ള നാടകീയ രംഗങ്ങൾ. 35 പേരുടെ സമൂഹ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്ന വേദിയിൽ നടന്നത് 9 വിവാഹങ്ങൾ മാത്രം. തർക്കങ്ങളെ തുടർന്ന് 26 പേർ വിവാഹത്തിൽ നിന്നും പിന്മാറി. സംഭവം അറിഞ്ഞ ആലപ്പുഴ ഡിവൈഎസ്പി എം.ആർ. മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘമെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. വിവാഹത്തിൽ നിന്ന് പിന്മാറിയ 22 പേരുടെയും വിവാഹിതരായ 2 നവദമ്പതികളുടെയും പരാതിയിൽ സംഘാടകർക്കെതിരെ ചേർത്തല പോലീസ് കേസെടുത്തു. വിശ്വാസവഞ്ചനയ്ക്കും തട്ടിപ്പിനുമാണ് കേസെന്ന് പോലീസ് പറഞ്ഞു. ചേർത്തല കൊക്കോതമംഗലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൽസ്നേഹഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഞായറാഴ്ച ചേർത്തല അഖിലാഞ്ജലി ഓഡിറ്റോറിയത്തിൽ 35 പേരുടെ സമൂഹ വിവാഹം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം, ഇടുക്കി, കോട്ടയം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ നിന്നുമാണ് സംഘാടകർ വധൂവരന്മാരെ തിരഞ്ഞെടുത്തത്. ഇടുക്കിയിലെ മുതുവാൻ, മണ്ണാൻ, പുലയ സമുദായങ്ങളിൽ നിന്ന് മാത്രം 22 വധൂവരന്മാർ എത്തിയിരുന്നു. സ്വർണത്തിന്റെ 2 പവൻ താലിമാലയും 1 ലക്ഷം രൂപയും വിവാഹ വസ്ത്രങ്ങൾ നൽകാമെന്ന് പറഞ്ഞാണ് സംഘാടകർ വിവാഹത്തിന് ക്ഷണിച്ചതെന്ന് മുതുവാൻ സമുദായ നേതാവ് തങ്കൻ പറഞ്ഞു. വിവാഹത്തിന് മുൻപായി നടത്തിയ കൗൺസിലിംഗിലും ഇക്കാര്യം ആവർത്തിച്ച് പറഞ്ഞതായും ഇവർ പറയുന്നു. 12 പിള്ളേരല്ല, ഈ 10, 25, 30 പിള്ളേരുണ്ട്. ഞങ്ങൾ തന്നെ ഇന്നലെ വരണ്ട്. ഇവർക്കൊരു കാര്യങ്ങൾ പറയാറുണ്ടല്ലോ, ഒന്നുമില്ല, വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. ആദിവാസികളാണ്, ശരിയാണ്. എന്ത് ചെയ്യണേ, ഞങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് പറയണ്ടേ. അവിടെ നിന്ന് ഇന്നലെ എത്ര പേര് നിങ്ങൾ വന്നിട്ടുണ്ട്? ഞങ്ങള് 30-35 പേരുണ്ട്. പ്രത്യേക വാഹനം എടുത്ത് വന്നു. പ്രത്യേക വാഹനം എടുത്ത് വന്നാണ്. 24,000 രൂപ, 30,000 രൂപ വണ്ടിക്കാശ് മുടക്കി ബസ്സും വിളിച്ചും കാറ് വിളിച്ചും മറ്റേ ബൈക്കായിട്ട് എല്ലായിട്ടും ആൾക്കാർ വന്നേക്കണേ. ഞങ്ങളെന്ത് ചെയ്യണം? തിരിച്ചു പോകാൻ വണ്ടിക്കാശ് പോലും ഇല്ല. ഞങ്ങൾ കല്യാണം നടത്തിയാലെന്നാണ്. തീർച്ചയായിട്ടും കല്യാണം ഞങ്ങൾ നടത്തില്ല. കാരണം ഞങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം ഞങ്ങൾക്ക് വേണം. ഇത് വന്നില്ല. ഞാൻ കാരണം വീട്ടിൽ പോയി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അവിടെ നിന്ന് കടം വാങ്ങിച്ചും ലോൺ എടുത്തും കാര്യങ്ങളുമാണ് ഞങ്ങൾ വന്നേക്കണേ. ഞങ്ങൾ വീട്ടിൽ പോയി പിടിച്ചു നിൽക്കട്ടെ. ഈ ചെല്ലുമ്പോഴേക്കും നാട്ടുകാരുടെ സമാധാനം പറയണ്ടേ. നമ്മളിത് ചെല്ലുമ്പോഴേക്കും എത്ര രൂപ ഇവർ 2 പവൻ സ്വർണ്ണവും 1 ലക്ഷം രൂപ ക്യാഷായിട്ട് തരുമെന്നാണ് ഇവർ പറഞ്ഞേക്കണേ. അപ്പം നമുക്ക് ചെല്ലുമ്പോഴേക്കും ഇവരത് നോക്കിയിരിക്കുവാണോ? നമ്മൾ ഈ പണയം വെച്ചും ഇവരുടെ അടുത്ത് വായ്പ വാങ്ങിച്ചാണ് വന്നേക്കണേ. ചെല്ലുമ്പോഴേക്കും കൊടുക്കുമെന്ന് ഓർത്തായിരിക്കണേ. ചെല്ലുമ്പോഴേക്കും നമ്മൾ ചെല്ലുമ്പോഴേക്കും കൊടുക്കുമെന്ന് ഓർത്തിട്ട് നോക്കിയിരിക്കുക. നമ്മളെന്ത് ചെയ്യും? അത് അറിയാലോ. നിങ്ങൾക്ക് കൗൺസിലിംഗ് തന്നെന്നാണല്ലോ ഇവർ പറയുന്നത്. കൗൺസിലിംഗ് നടത്തിയ ആൾക്കാരാണ് ഇവർ പറയണേ. അവർ 8 പേരുണ്ട്. ഞങ്ങൾ ഇത്രയും പേര് വന്നു. ഇവിടെ ഞങ്ങൾ കൗൺസിലിംഗ് നടത്തിയായിരുന്നു, ചെയ്തായിരുന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ആരോപിച്ചില്ല? ആരോപിച്ചു, തരാന്ന് പറഞ്ഞു. ഇതൊന്നും വാട്സപ്പ് ചാറ്റിൽ വരെ കിടപ്പുണ്ട്. ഇവർ തരാം, ചെയ്യാം, ഉള്ളത് ഞങ്ങൾക്ക് കിട്ടും, നിങ്ങൾ വിധിച്ച് തരാം എന്നൊക്കെ പറയണു. ഇത്ര പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞു തരും, എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നുമില്ല. അവസാനം വരുമ്പോഴേക്കും ഒന്നുമില്ല. കൈമളത്തിൽ കാണിക്കണം. സാരി എടുത്തിട്ടുണ്ട്, ബ്ലൗസ് പീസ് വന്നു, അത് തയ്ച്ചു. ആണുങ്ങൾക്ക് ഒറ്റമുണ്ട്, ഒരു ഷർട്ട്. ഇതിപ്പം 24,000 രൂപ വണ്ടിക്കാശ് മുടക്കി വന്ന ആൾക്ക് 8,000 രൂപയുടെ ഒരു താലിയും ഒരു ഒറ്റമുട്ടും വാങ്ങാനാണോ പാടിയിരിക്കണേ. നിങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് തന്നെ എത്ര പേരുണ്ടെന്ന്? ഞങ്ങൾ 25-30 പേരുണ്ട്. എന്നാൽ ഞായറാഴ്ച വിവാഹത്തിനെത്തിയപ്പോഴാണ് 1 ഗ്രാം താലിയും വധൂവരന്മാർക്കുള്ള വസ്ത്രങ്ങളും മാത്രമാണുള്ളതെന്ന് സംഘാടകർ അറിയിച്ചത്. ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് വിവാഹവേദിയിൽ വൻ തർക്കത്തിനും ബഹളത്തിനും വഴിതെളിച്ചത്. ആലപ്പുഴ ഡിവൈഎസ്പി എം.ആർ. മധുബാബു, ചേർത്തല SI KP അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്.
ഞങ്ങളോട് അവർ ചോദിച്ചത് PCC മെമ്പറിൻ്റെ കത്ത്, വാർഡ് മെമ്പറിൻ്റെ കത്ത്, നമ്മൾ മാരേജ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ ഞങ്ങളുടെ ആധാർ, പിന്നെ ഞങ്ങളുടെ ജോഡി ആരാണോ അവരുടെ ഞങ്ങളുടെ ഫോട്ടോ, ജോയിൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ, ഇത്രയും അവർ പറഞ്ഞത് ഞങ്ങളവിടെ ഹാജർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഓഫർ? അവർ 1 ലക്ഷം രൂപയും ആദ്യം 3 പവനും ആയിരുന്നു പറഞ്ഞത്. പിന്നീട് പൈസയൊക്കെ കുറവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 2 പവനും 1 ലക്ഷം രൂപയായി. അത് ഇന്നലെ ഞങ്ങൾ കല്യാണത്തലേന്ന് വരാൻ പറഞ്ഞ് വിളിച്ചിട്ട് ഒരു 10:30 ഒരു ക്ലാസ് എടുത്തു. അന്നേരമാണ് അവർ പറയുന്നത് ഇതൊന്നും ഇല്ല, 3.5 ഗ്രാമിൻ്റെ താരി അല്ലാണ്ട് വേറെ ഒന്നും ഞങ്ങൾക്ക് തരാൻ കഴിയില്ല എന്ന് മാത്രം അവർ പറഞ്ഞു. അതിന് ഞങ്ങൾ ചോദിച്ചതിന് അവർ ഞങ്ങളെ ഒരു മറുപടിയും തരാണ്ട് ഇറങ്ങി പോവുകയത് അപ്പം തന്നെ. പിന്നെ ഞങ്ങളെ വിളിക്കുമോ, ഞങ്ങളുടെ അടുത്ത് വരുമോ, ഞങ്ങൾക്ക് രാവിലെ വന്ന് ഡ്രസ്സ് തരുമോ, കല്യാണ ഡ്രസ്സ് തരുമോ, അവർ യാതൊരുവിധ വർത്താനവും ഞങ്ങളോടൊന്നും പറയാൻ നിന്നിട്ടില്ല ഇതുവരെ. താമസ സൗകര്യമൊക്കെ എങ്ങനെയായിരുന്നു? ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾക്ക് ആകെ 4 പേർക്ക് 4 പായ അല്ലാണ്ട് വേറെ ഒന്നുമില്ലായിരുന്നു. വെട്ടമില്ലായിരുന്നു, വെള്ളമില്ലായിരുന്നു. ചെന്നപ്പോൾ മാത്രം ഭക്ഷണം ഉണ്ടായിരുന്നു. അതും ഒരു 9:30 വരെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഭക്ഷണമൊന്നും ഇല്ലായിരുന്നു.